അങ്കിളിൻ്റെ കൂടെ ഒരുപാട് അടുത്ത് മീറ്റിങ്ങിന് ഞാൻ വന്നിട്ടുണ്ട് അങ്കിളിൻ്റെ കൂടെ. അപ്പോൾ അങ്കിൾ അവരുടെ അടുത്ത് ചോദിച്ചതും അങ്കിളുടെ അടുത്ത് കണക്റ്റായ ടൈം ആദ്യം നമ്മളുടെ അടുത്ത് ചോദിച്ചതും ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് എങ്ങനെയാണ് നിങ്ങൾ ദൈവത്തെ ആസ്വദിക്കുന്നത്, അങ്ങനെ. അപ്പോൾ അത് ഞാൻ അങ്കിളിനോട് ഇപ്പോൾ ഞാൻ തിരിച്ച് ചോദിക്കുകയാണ്. അതായത് എങ്ങനെയാണ് അങ്കിൾ ഈശ്വരനെ അങ്കിളിൻ്റെ ലൈഫിൽ ആസ്വദിക്കുന്നത്? അതായത് അങ്കിളൊരു മനുഷ്യനാണല്ലോ, അപ്പം മനുഷ്യന്മാർക്കുള്ള എല്ലാ ഇമോഷൻസും അങ്കിളിനുണ്ട്, ദേഷ്യം വരാം, സങ്കടം വരാം, എല്ലാം. പക്ഷെ അങ്കിളിൽ ഞാൻ അതൊന്നും അധികം കണ്ടിട്ടില്ല. അതായത് അത്ര ഇമോഷൻസ് പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, പെട്ടെന്നല്ല അധികം പ്രകടിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. അപ്പോൾ അങ്കിൾ എങ്ങനെയാണ് അതിനെല്ലാം ആ ഇമോഷൻസിനെ അങ്കിൾ എന്താണ് ഫേസ് ചെയ്യുന്നത്? അതാണ്. പക്ഷെ എനിക്ക് ശരിക്കും അറിയാനായിട്ടുള്ളത് ആ ഒരു അപ്പനെ, ഈശ്വരനെ അങ്കിളിന്റെ ലൈഫിൽ ഏത് തരത്തിലാണ് ആസ്വദിക്കുന്നത്? അരമന രഹസ്യം അങ്ങാടിയിൽ പാട്ട് എന്നൊക്കെ പറഞ്ഞ പഴമൊഴി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. അപ്പോൾ അത് ആ ഒരു പഴമൊഴി പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. അത് അടുക്കളയിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ, അല്ലെങ്കിൽ വീട്ടിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കേണ്ട കാര്യം അങ്ങാടിയിൽ അറിഞ്ഞുപോയി, അല്ലെങ്കിൽ അരമനയിൽ വീട്ടിൽ നിൽക്കേണ്ട കാര്യങ്ങൾ അങ്ങാടിയിൽ പബ്ലിക്കിൻ്റെ ഇടയിൽ അറിഞ്ഞുപോയി. അതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചതുപോലെയാണ് നീ ഇപ്പം ചോദിച്ചൊരു കാര്യം. എൻ്റെ വ്യക്തിപരമായി ഞാനും കർത്താവും തമ്മിൽ ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ പബ്ലിക്കിലേക്ക് പറയേണ്ട ആവശ്യമുണ്ടോ? അത് പ്രൈവസിയിൽ ആസ്വദിക്കേണ്ട ഒരു കാര്യമല്ലേ. ഇനി അപ്പം നീ ചോദിക്കാം, അങ്കിൾ എന്തിനാ മറ്റുള്ളവരോട് ചോദിക്കുന്നത്? അത് ചോദിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. അവരുടെ അടുത്ത് ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ അവരുടെ മുഖവും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ എനിക്കറിയാം ആ വ്യക്തിക്ക് ശരിക്കും ദൈവവുമായിട്ടുള്ള ജെന്യുവനായിട്ടുള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് ആ ഫേസിൻ്റെ എക്സ്പ്രഷനകത്തൊന്ന് റീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ കാണുന്ന വ്യക്തികളോട് ചോദിക്കുമ്പം അവരുടെ മനസ്സിനകത്ത് പെട്ടെന്ന് വരുന്ന ആ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ട്, അല്ലെങ്കിൽ ആ മനസ്സിനകത്ത് വരുന്ന ആ ചിന്ത വെച്ചിട്ട് അവരുടെ ഫേസിൽ ഒരു എക്സ്പ്രഷൻ വരും. എനിക്കിതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ലല്ലോ. അതിങ്ങനെ മനസ്സിലാലോചിക്കുന്നത് നമുക്ക് ഫേസിൽ കാണാൻ പറ്റും. ഇപ്പോൾ മഞ്ചാടിയുടെ അടുത്ത് ഞാനിപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ, മഞ്ചാടി എങ്ങനെയുണ്ട് അപ്പനുമായിട്ടുള്ള ആസ്വാദനം ചോദിക്കുമ്പം മഞ്ചാടിയുടെ മനസ്സിൽ പോകുന്നതെല്ലാം കണ്ണിലിങ്ങനെ കാണാൻ പറ്റും. മഞ്ചാടിയുടെ കണ്ണിങ്ങനെ ചലിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവും കുറച്ച് ദിവസമായി അപ്പനുമായിട്ടുള്ള ബന്ധം. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. പക്ഷേ ശരിക്കും ഞാൻ ആസ്വദിക്കുന്ന കാര്യം പറയേണ്ടതുണ്ടോ? പറയണ്ട. പക്ഷേ അങ്കിൾ പറയുമല്ലോ ഞാൻ ഈശ്വരനെ ആസ്വദിക്കുന്നുണ്ട്, ശരിക്കും അങ്കിൾ ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ ഇപ്പൊ ഞാനും ആസ്വദിക്കുന്നുണ്ട് ഒരു തരത്തില്. അപ്പം ഇതൊന്നും ആസ്വദിക്കാത്തൊരു വ്യക്തി കേൾക്കുമ്പോൾ എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരാം. അപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലാകുന്ന രീതി. അപ്പോൾ ഓക്കെ, ഞാൻ ജനറലായിട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. ശരിക്കും ഈ ആസ്വാദനം എങ്ങനെ എന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ വ്യക്തി ഈ വീഡിയോ വഴിയല്ല അത് മനസ്സിലാക്കേണ്ടത്. ആ വ്യക്തി എന്ത് ചെയ്യണം? എന്നെപ്പോലെയുള്ള ദൈവവുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ഒരു ബന്ധത്തിൽ വരണം. ഇപ്പോൾ അവർ ഏതെങ്കിലും ഒരു മതമായിട്ട് ബന്ധത്തിലായിരിക്കും, ഒരു ക്രിസ്തീയ മതമായിട്ടോ അല്ലെങ്കിൽ ഹൈന്ദവ മതമായിട്ടൊക്കെ ബന്ധത്തിലായിരിക്കും. അപ്പോൾ മതത്തിനകത്ത് അവർ കണക്റ്റഡാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിനകത്ത് ആൻസർ പറഞ്ഞു, മതപരമായ അനുഭവവും ആത്മീയ അനുഭവവും, അല്ലേ? അപ്പോൾ ആത്മീയ അനുഭവം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആരടുക്കൽ വരണം? ആത്മീയ അനുഭവങ്ങളുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് വന്ന് ചോദിച്ച് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിനകത്തേക്ക് അത് പ്രാബല്യത്തിൽ കൊണ്ടുവരണം. അതാണ് ശരിയായ റൂട്ട്. ഓക്കെ, ഇനി ജനറലായിട്ടുള്ള വേണമെങ്കിൽ ഒന്ന് രണ്ട് കാര്യം ഇപ്പോൾ ചോദിച്ചത് കൊണ്ട് പറയാം. ഇപ്പോൾ ദൈവവുമായിട്ടുള്ള ആസ്വാദനത്തിനകത്ത് ആദ്യം വരുന്ന കാര്യം ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഇപ്പോൾ ഞാനും മഞ്ചാടിയും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തിനകത്ത് കമ്പൽസറി ആയിട്ട് മസ്റ്റായിട്ട് ഉണ്ടായിരിക്കേണ്ടത് നമ്മൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനാണ്. കമ്മ്യൂണിക്കേഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് തമ്മിൽ എന്ത് വേണം? ആശയവിനിമയം വേണം. അപ്പോൾ ദൈവികമായിട്ടുള്ള ആസ്വാദനത്തിനകത്തും ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള കാര്യം ദൈവവും നമ്മളും തമ്മിലുള്ള ആശയവിനിമയം ശക്തമാകും. മതത്തിനകത്ത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആശയവിനിമയം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർ പറയും ഉണ്ട്, പക്ഷെ അത് കൊണ്ടയാണ്, അങ്ങോട്ട് മാത്രം, ഇങ്ങോട്ടുണ്ടാവത്തില്ല. പക്ഷേ ശരിക്കുമുള്ള ആത്മീയ ആസ്വാദനത്തിനകത്ത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും ഉണ്ടാകും. ടു വേ കമ്മ്യൂണിക്കേഷനാണ്. അതാണ് ആദ്യത്തെ കാര്യം.
ഇനി രണ്ടാമത്തെ കാര്യം, ഞാനും മഞ്ചാടിയും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം സമയം ചെലവഴിക്കും, ഇല്ലേ? അപ്പോൾ ചിലപ്പോൾ ഡിസ്റ്റൻ്റ് ആയിട്ട് ഇരുന്നായിരിക്കും സമയം ചെലവഴിക്കുന്നത്, ചിലപ്പോൾ അടുത്തിരുന്നായിരിക്കും സമയം ചെലവഴിക്കുന്നത്. എന്തായാലും സമയം ചെലവഴിക്കാതെ, ഒരുമിച്ചിരിക്കാതെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല, ശരിയല്ലേ? സോ ഇതുപോലെ തന്നെ ദൈവവുമായിട്ടുള്ള ഒരു ഇൻറ്റിമസി ഉണ്ട്, അല്ലെങ്കിൽ ശരിക്കുമുള്ള ഒരു ആസ്വാദനമുണ്ട് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ദൈവവും ആ വ്യക്തിയും തമ്മിൽ ഓരോ ദിവസവും ഒരു നല്ല ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 24 മണിക്കൂർ എന്നുള്ള അർത്ഥത്തിലല്ല, ഡെയിലി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്നുള്ളൊരു ഫിക്സഡ് ടൈമിലല്ല. ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ ആ ഒരു ബന്ധം ഇരിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ഇൻട്രാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നല്ല രീതിയിൽ സമയം ചെലവഴിക്കുന്ന രീതിയിലുള്ള ഒരു ക്വാളിറ്റി ടൈം ഉണ്ടാവും, എപ്പോഴാണെങ്കിലും ആകാം. ഓക്കെ, അപ്പം ഒരു അപ്പനും മകളും തമ്മിലുള്ള ബന്ധം സ്ട്രോങ് ആണെന്ന് പറയുമ്പോൾ 24 മണിക്കൂർ അപ്പനും മോളെയും അടുത്തിരുത്തി സംസാരിക്കണം, അങ്ങനെ ഉണ്ടാവും? ഇല്ല. പക്ഷെ ഇരിക്കുന്ന സമയം നല്ല ഇൻറ്റിമസിയിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, സമയം സ്പെൻഡ് ചെയ്യും, ഇല്ലേ? സോ അതുപോലെ പിതാവാം ദൈവവുമായിട്ട് നമുക്ക് എന്ത് വേണം? ഒരു സമയം ചെലവഴിക്കുന്നൊരു ഇത് വേണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും വേണം. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം ഇതിനകത്ത് ചെറുതായിട്ട് പറയാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു അപ്പനും മകളും തമ്മിലുള്ള ബന്ധത്തിനകത്ത് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണോ അപ്പൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? അല്ല വഴക്ക് പറയാൻ വേണ്ടി മാത്രമാണോ? ഉപദേശങ്ങൾ കൊടുക്കാൻ വേണ്ടി മാത്രമാണോ? അല്ല. അതിനകത്ത് എന്തൊക്കെ ഉണ്ടാവും? തമാശ ഉണ്ടാവും, ഇല്ലേ? എന്തെങ്കിലുമൊക്കെ പിന്നെ ഇൻട്രാക്റ്റീവായിട്ടുള്ള നല്ല രസകരമായ കാര്യങ്ങളുണ്ടാകും. ചിലപ്പോൾ പാട്ട് പാടുമായിരിക്കും, ചില കഥ പറയുമായിരിക്കും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക. അപ്പോൾ പലതരത്തിൽ എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. എന്തെങ്കിലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള കാര്യം മാത്രമല്ല അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിനകത്തുള്ളത്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പനുമായിട്ട് സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് മക്കൾക്ക് ബോറല്ല, അല്ലെങ്കിൽ മക്കളുമായിട്ട് സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ അപ്പനും ബോറല്ല. അതിനകത്ത് രസകരമായ നല്ല മൊമെൻറ്റ്സ് ഉണ്ടാവും. സോ ഇതുപോലെ ആയിരിക്കും ദൈവവുമായിട്ടുള്ള ബന്ധത്തിനകത്ത് വരുന്നത്. ദൈവം എപ്പോഴും കൽപ്പിച്ചുകൊണ്ടിരിക്കുക, നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കണം. ദൈവം എപ്പോഴും ഉപദേശിക്കുക, നമ്മൾ കേട്ടുകൊണ്ടിരിക്കണം. അങ്ങനെയല്ല. അതിനകത്ത് എന്തുണ്ട്? ഒരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്, നല്ല ഫീലിങ്സ് ഉണ്ട്, ആസ്വാദനമുണ്ട്. സോ അതാണ് ഇതിനകത്തുള്ള ഏറ്റവും മൂല്യമായിട്ട് അടുത്തൊരു കാര്യം. സോ ഇങ്ങനെ പോവും. ഓക്കെ, ഇനി വ്യക്തിപരമായിട്ട് വരുമ്പോൾ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്, അത് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അത് ജനറലി ഇങ്ങനെയൊക്കെ പറയാം. അതുപോലെ അപ്പോൾ ഇതുപോലെ ഒരാളെ എനേബിൾ ആക്കാനായിട്ട് നമുക്ക് പറ്റും. ദൈവവും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തെ തീവ്രമാക്കാനും, ദൈവമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒന്ന് ആക്റ്റീവാക്കി കൊടുക്കാനും, ആ ആസ്വാദനത്തെ ശരിക്കും ഒന്ന് സ്ട്രോങ് ആക്കി കൊടുക്കുവാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള വ്യക്തികൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് വന്നാൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ.